الحمد لله رب العالمين. الحمد لله الذي أحل لنا الطيبات وحرم لنا السفاح، وأشهد أن لا إله إلا الله وحده لا شريك له جل وعلا ما اتخذ صاحبة ولا ولدا، وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله لإقامة دين الإسلام. صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين، صلاة وسلاما دائمين متلازمين، وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا رب بالمصطفى بلغ مقاصدنا واسمح لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلب إمام من ناس غزاني. يا ربي أعط لنا علما وفهما كما أعطيت يا ربنا للشيخ غزالي. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ, ഉമറാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് പ്രിയത്താൽ ധന്യവാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിന് ഒരു സാലിഹായ അമലാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. നല്ലത് പറയുവാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ,
സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് എനിക്ക് സമയം ഇല്ല. കാരണം നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും. എനിക്കൊരു അത്യാവശ്യമായ ഒരു പരിപാടിയിൽ ഇനി ഒന്നുകൂടെ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ 1 മണിക്കൂറിനകത്ത് ഇൻഷാ അല്ലാഹ് വേദി ഒഴിവാക്കി തരുമെന്ന് നിങ്ങളോട് പറയുകയാണ്. ആദ്യമായി ഒരു മുൻകൂർ ജാമ്യം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിച്ചു വന്നത്. അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സ്തുത്യർഹമായ അനുഗ്രഹം അല്ലാഹു നമ്മളെ അവന്റെ അടിമകളാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാഹ്. അതിൽ നമ്മൾ എപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ചില ആളുകളുടെ ധാരണ സമ്പത്ത്, പ്രതാപം, അന്തസ്, അഭിമാനം ഇതൊക്കെയാണ് നമ്മുടെ നിലനിൽപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ അന്തസ്, ഇതൊക്കെയാണ് നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെയാണ് ചിലരുടെ ധാരണ. അത് മൊത്തത്തിൽ ജനങ്ങൾ അങ്ങനെ ധരിച്ചുപോയ ഒരു കാര്യമാണ്. അത് നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പരിചയമില്ലാതെ സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പിറകെ ഓടിയതിന്റെ പേരിലാണ് അതൊക്കെയാണ് വലിയ അനുഗ്രഹം എന്ന് നമുക്ക് തോന്നുന്നത്. ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിം സമുദായത്തിന് പോലും വ്യക്തമായ നിലയിൽ ഒരു അഭിപ്രായം പറയുവാനോ വിശദീകരണം നൽകുവാനോ കഴിയുകയില്ല എന്നത് സത്യമായ കാര്യമാണ്. ഇസ്ലാം എന്താണ് ലോകത്ത് പഠിപ്പിക്കുന്നത്, കൽപ്പിക്കുന്നത് എന്ന കാര്യം അവരോട് ചോദിച്ചാൽ പോലും ഒരു മറുപടിയും പറയാൻ കഴിയാതെ ലജ്ജിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം എന്ന അനുഗ്രഹമല്ല, സമ്പത്താണ് വലിയൊരു അനുഗ്രഹമെങ്കിൽ അല്ലാഹു തആല സമ്പത്ത് കൊടുത്ത ഒരു വ്യക്തിയാണ് ഖാറൂൻ. കോടിക്കണക്കിന് സമ്പത്ത് അല്ലാഹു തആല ഖാറൂന് നൽകി. ഖാറൂനിന്റെ പ്രതാപത്തെയും ഖാറൂനിന്റെ ശക്തിയെയും ഖാറൂനിന്റെ കൊട്ടാരത്തെയും അവന്റെ ഖജനാവിന്റെ താക്കോലുകളെ കുറിച്ചെല്ലാം നമുക്ക് സുവിദിതമായ കാര്യമാണ്, അറിയാവുന്ന സത്യമാണ്. നമുക്ക് ഖാറൂൻ അല്ലാഹു തആല സമ്പത്ത് നൽകുന്നതിന് മുമ്പ് ഖാറൂൻ മൂസാ നബിയുടെ അനുയായിയായിരുന്നു. സമ്പത്തും പ്രതാപവും ഖാറൂനിന് നൽകിയപ്പോൾ അഹങ്കാരിയായി മാറി. സമ്പത്തിന്റെ പേരിൽ അഹങ്കാരിയും ധിക്കാരിയുമായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് വലിയ ഒരു അനുഗ്രഹമായി കരുതിയിരുന്നുവെങ്കിൽ ഈ ലോകത്ത് നിന്ന് ഖാറൂനിനെ അല്ലാഹു തആല ഉന്മൂലനം ചെയ്തത് വളരെ നിന്ദ്യനായിട്ടാണ്. അല്ലാഹു തആല ഖുർആനിൽ വലിയ ഒരു ആയത്താണ്. ആയത്ത് മുഴുവനും ഓതി വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട വശങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് പോവുകയാണ്. ഖാറൂനിനെ പോലെ എനിക്കും ആഗ്രഹിച്ചാൽ, എനിക്കും സമ്പത്ത് ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച നാട്ടുകാർ പോലുമുണ്ട്. ഇന്നും നമ്മൾ അങ്ങനെയാണല്ലോ. സമ്പത്ത് കൊണ്ട് അമ്മാനമാടുന്ന ധനാഠ്യനെ നോക്കിക്കൊണ്ട് സാധുക്കളായ ജനങ്ങൾ പോലും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്. അവനെ പോലെ അല്ലാഹു നമുക്ക് നൽകിയില്ലല്ലോ, അവനെ പോലെ സമ്പത്ത് പടച്ചവ നമുക്കും നൽകിയില്ലല്ലോ, നമുക്കും ഈ പ്രതാപം നൽകിയില്ലല്ലോ, നമുക്കും ഈ കോൺക്രീറ്റ് സൗധങ്ങൾ നൽകിയില്ലല്ലോ, നമുക്കും ഇതേപോലെ ആഡംബര വാഹനങ്ങൾ നൽകിയില്ലല്ലോ എന്ന് സാധാരണക്കാരൻ ചിന്തിക്കുന്നു. അത് അവന്റെ ബലഹീനത കൊണ്ടാണ്, വിശ്വാസത്തിൽ മങ്ങലേറ്റത് കൊണ്ടാണ്. ഇതേപോലെ ഖാറൂനിനെ കണ്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോൾ قال لقومه لا تفرح إن الله لا يحب الفرحين. തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം മൂസാ നബി പോയി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കരുത്, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കരുത്, ആരും സമ്പത്തിന്റെ പിറകെ പോകരുത്. തീർച്ചയായും പടച്ച തമ്പുരാൻ അത്യാഗ്രഹിയെയും അഹങ്കാരിയെയും അമിതമായി ആഗ്രഹിക്കുന്നവനെയും സമ്പന്നതയുടെ നെറുകയിൽ മാത്രം തുടിച്ചുകൊണ്ട് അഹങ്കരിക്കുന്നവനെയും അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അങ്ങനെ ആഗ്രഹിക്കല്ലേ. അവസാനം ആ സമ്പന്നതയുടെ ഉടമയായ ഖാറൂൻ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടത് എങ്ങനെ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവന്റെ സൗദങ്ങളടക്കം കോടികൾ കൊണ്ട് അമ്മാനമാടിയ ഖാറൂനിനെ ലോകത്തു നിന്ന് പടച്ചവന്നതാ ഭൂമിയുടെ അഗാധ ഗർത്തത്തിലേക്ക് അവന്റെ സൗദത്തോടുകൂടി തന്നെ ഇടിച്ചിറക്കുകയാണ്. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച ഖാറൂൻ വീടോടുകൂടി ഭൂമിയിലേക്ക് അവനിങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോ അവൻ വിളിക്കാം, മൂസ, മൂസ ഒന്ന് രക്ഷപ്പെടുത്തു മൂസ. സമയമായപ്പോൾ വിളി. ചില പണ്ഡിതന്മാര് പറയുന്നു ആ സമയത്ത് മൂസായെ വിളിക്കുന്നതിന് വരെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിനെ വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവൻ ആ സമയത്ത് കരുണ ഞാൻ നൽകുമായിരുന്നു. ആ സമയത്ത് വിളിച്ചത് മൂസ എന്നെ രക്ഷപ്പെടുത്തും, മൂസ എന്നെ രക്ഷപ്പെടുത്തും, മൂസ എന്നെ രക്ഷപ്പെടുത്ത്. പക്ഷെ അവന്റെ സമ്പത്ത് കൊണ്ടോ അവന്റെ പ്രതാപം കൊണ്ടോ അവന്റെ സമ്പാദ്യം കൊണ്ടോ ആ ഭയാനകതയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ സമ്പത്ത് ഒരു ഗുണവും ചെയ്തില്ല. സമ്പത്ത് ഒരു അനുഗ്രഹം മാത്രമാണോ സുഹൃത്തുക്കളെ? എങ്കിൽ ഖാറൂനിനെ രക്ഷപ്പെടുത്തണമായിരുന്നല്ലോ. ഭൂമിയിലേക്ക് താഴുമ്പോ ഖാറൂൻ പറയണമായിരുന്നു, JCB കൊണ്ടുവന്ന്, ബുൾഡോസർ കൊണ്ടുവന്ന്, പൊക്ലൈൻ കൊണ്ടുവന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എന്ന് അനുയായികളോട് പറയാമായിരുന്നല്ലോ. സമ്പത്തുള്ളവനാണല്ലോ. രക്ഷയില്ല. അബൂലഹബ് കോടീശ്വരനായിരുന്നു. കോടികൾ കൊണ്ട് അമ്മാനമാടിയ അബൂലഹബ് അവന്റെ ശരീരത്തിൽ രോഗം പിടിപെടുകയും ശരീരത്തിൽ വ്രണം വ്യാപിക്കുകയും തന്റെ ഭവനത്തിൽ തന്നെ കിടന്നുകൊണ്ട് ചികിത്സിച്ചുകൊണ്ട് സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും സ്വന്തം മക്കൾ പോലും എത്യോപ്യയിൽ നിന്ന് 2 തൊഴിലാളികളെ കൂലിക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് സ്വന്തം മക്കളുടെ കൈകൊണ്ടല്ല, എത്യോപ്യക്കാരായ അവിടുത്തെ തൊഴിലാളികളുടെ കൈകൊണ്ടല്ല, ഒരു വടിക്കഷണം കമ്പെടുത്തിട്ട് അബൂലഹബിനെ കുത്തിയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അല്ലാഹു തആല അവനെ കുറിച്ച് പറഞ്ഞത് എന്താ? മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബ് സമ്പാദിച്ചതും അവന്റെ സന്താന പരമ്പരകളും അവനുണ്ടാക്കിയത് ഒന്നും തന്നെ അവന് ഗുണപ്പെട്ടില്ല. എല്ലാം നഷ്ടത്തിലായില്ലേ? സ്വന്തം മക്കളെ കൊണ്ടുപോലും അവനൊരു ഗുണമുണ്ടായില്ല. ശരീരം ചീഞ്ഞ് നാറുന്നു. ആ സന്ദർഭത്തിൽ കോടീശ്വരനായ പിതാവിനെ സഹായിക്കേണ്ട ബാധ്യത മക്കൾക്കുള്ളതാണ്. പക്ഷെ ആ മക്കൾ അതിന് തയ്യാറാകാതെ അബൂലഹബിനെ തള്ളിക്കളയുകയാണ്, വലിച്ചെറിയുകയാണ് സ്വഭവനത്തിൽ നിന്ന്. പറയും നിങ്ങൾ, സമ്പത്ത് അത് ഒരു വലിയ അനുഗ്രഹം മാത്രമായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ അവർക്കൊക്കെ ഉണ്ടാകുമായിരുന്നു. ഈ ഒരു അവസ്ഥ അവർക്കുണ്ടാകുമായിരുന്നോ? പരിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ ഇതേപോലെ 100 കണക്കിന് സംഭവങ്ങൾ നമുക്കെടുത്ത് ധരിക്കാൻ കഴിയും. സമ്പത്ത് മാത്രമാണ് എനിക്ക് ഏറ്റവും വലുത്, അതാണ് എനിക്കെല്ലാം, എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് എന്ന് പൊക്കി പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പത്തിന് ഒരു കുറവില്ലായിരുന്നു. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു ദിവസം പട്ടിണി കിടന്നാല്, ഒരു ദിവസം വയറ് നിറച്ചാൽ 2ാമത്തെ ദിവസം പട്ടിണി കിടക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നെല്ലാം നമ്മൾ പറയാറുണ്ടായിരുന്നു. ഉണ്ട്, സത്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന് ഇത്രത്തോളം പട്ടിണിക്കിട്ട് പരീക്ഷിക്കണമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹളറത്തിലേക്ക് ജിബ്രീലിനെ അയച്ചുകൊണ്ട് ജിബ്രീലിനെ കൊണ്ട് അല്ലാഹു തആല പറയിച്ചു, ഹബീബേ, അല്ലാഹുവിന്റെ ഓർഡറാണ്, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ സമ്പത്ത് നൽകാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങ് എങ്ങോട്ടൊക്കെ തിരിയുന്നുവോ, എങ്ങോട്ടൊക്കെ പോകുന്നുവോ, ഈ മലക്കൂമ്പാരങ്ങളെല്ലാം, ഈ പർവ്വത സാനുക്കളെല്ലാം അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം സ്വർണമാക്കി അങ്ങ് എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ അങ്ങയുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ അഭിപ്രായം?
നബിതങ്ങൾക്ക് സമ്പത്തിനോട് അത്യാഗ്രഹവും മോഹവും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ ജിബ്രീലെ കൊള്ളാം, കുറച്ച് പൈസ ഒക്കെ കൊടുത്തെനിക്ക് കുറെ പേരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, എന്റെ കാര്യങ്ങളൊക്കെ നടക്കും, ഞാൻ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല, വയറു നിറച്ച് കഴിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കെന്റെ റബ്ബിനെയാണ് വലുത്. ഒരു ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ പായയിൽ നിന്ന് എന്താണ് നമ്മുടെ ഇന്നത്തെ മെത്തപ്പാ പോലുള്ള പായാണോ അല്ല, വെള്ളപ്പ് മെത്ത പോലുള്ള മെത്തയാണോ അല്ല, കട്ടിയുള്ള ബ്ലാങ്കറ്റുള്ള വിരിപ്പിലാണോ നബിതങ്ങൾ കിടന്നത്? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പന പോലെ കൊണ്ടുണ്ടാക്കിയ ആ പായയിൽ കിടന്നിട്ട് ഫഖാമ, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാണ്. വഖദ് അസ്റ ഫീ ജസദിഹി, നബിതങ്ങളുടെ ശരീരമാസകലം അടയാളം കണ്ടുകൊണ്ട് സഹാബാക്കൾ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് ലൗ അമർതനാ അൻ നബ്സുക ലക ഔ നഫ്അൽ, നബിയെ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഞങ്ങൾ ഒരു വിരിപ്പുണ്ടാക്കി തരുമായിരുന്നല്ലോ. ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ പോയായിരുന്നു നബിയെ, ഞങ്ങൾ വിരിപ്പോ മെത്തയോ എന്തെല്ലാം സൗകര്യം വേണമെങ്കിൽ ഞങ്ങൾ അങ്ങേക്ക് ചെയ്തു തരാമായിരുന്നല്ലോ, ഒന്ന് പറഞ്ഞാൽ പോരെ നബിയെ. ഇത് നബിക്കൊന്നും കിട്ടാത്ത കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ഈ നബിതങ്ങളെ കുറിച്ച് ഇങ്ങനെ ദരിദ്രനാണ്, പാവം പിടിച്ചവനാണ്, ഉടുതുണിക്ക് മറുതുണിയില്ല, ആഹാരം കഴിക്കാനൊന്നും നിവൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു പാവപ്പെട്ട കുടുംബത്തില് ലക്ഷം വീട് കോളനിയിലെങ്ങാണ് ജനിച്ച പോലെയാണ്. അല്ല, നബിതങ്ങൾ ജനിച്ചത് ഏറ്റവും വലിയ കുടുംബത്തിലാണ്. ഖുറൈശി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഖുറൈശി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഖുറൈശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ പേരാണ് ഖുറൈശി എന്ന് പറയുന്നത്. കടലിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന സകലമാന മത്സ്യങ്ങളെയും അടക്കി വാഴുന്ന ഒരു മത്സ്യമാണ് തിമിംഗലം. ആ തിമിംഗലത്തിന് പറയുന്ന പേരാണ് ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഖുറൈശിയാണ്. ഖുറൈശിന്റെ ഒറിജിനൽ പേര് ഫിഹ്റാണ്. ഖുറൈശി എന്ന് പേര് വരാൻ കാരണം മക്കയെ അടക്കി വാണിരുന്ന കുടുംബമാണ് ഖുറൈശി കുടുംബം. ആ കുടുംബത്തിലാണ് നബിതങ്ങൾ ജനിച്ചത്. ബഹുമാനപ്പെട്ട വാസിൽ ഇബ്നുൽ അസ്ഖാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വുൽദി ഇസ്മാഈൽ. നബിതങ്ങളുടെ പരമ്പരയെ കുറിച്ച് നബിതങ്ങൾ തന്നെ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു, കിനാനത്തിനെ തെരഞ്ഞെടുക്കുകയാണ് ഇസ്മാഈലിന്റെ പരമ്പരയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ല ഒരാൾ, അന്ന നഫറൻ മിന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിർനി അൻ നഫ്സിക യാ റസൂലല്ലാഹ്, അങ്ങയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി താ നബി എന്ന് ചോദിച്ചപ്പോൾ, അന ദഅവതു അബീ ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയാണ് ഞാൻ. അപ്പൊ എവിടെ ചെന്ന് എത്തുന്നു? അത് എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ ദുആയാണ്. ബഹുമാനപ്പെട്ട വാസിൽ ഇബ്നു അസ്ഖാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വുൽദി ഇസ്മാഈൽ. ഇസ്മായിൽ ആരുടെ മകനാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനല്ലേ? ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്ന് അല്ലാഹു തആല കിനാനത്തിനെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, ഖുറൈശി അല്ലാഹു തആല കിനാനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശിൽ നിന്ന് ബനി ഹാഷിമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, എന്നെ ബനു ഹാഷിമിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞതാണ് പരമ്പര. അവിടെ ചെന്ന് എത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലാണ്. അപ്പൊ ആ കുടുംബം കുറഞ്ഞ കുടുംബമൊന്നുമല്ല, ഏറ്റവും നല്ല കുടുംബത്തിലാണ് അല്ലാഹു തആല നബി തങ്ങളെ ജനിപ്പിച്ചത്. നമ്മളൊക്കെ പറയുന്നത് പോലെ ഒന്നുമില്ലാത്ത കുടുംബത്തിലൊന്നും അല്ല, നല്ല കുടുംബത്തിലാണ്, അന്തസ്സും അഭിമാനവുമുള്ള കുടുംബത്തിലാണ്. നബി തങ്ങൾക്ക് ഇതൊക്കെ അല്ലാഹു വാഗ്ദാനം ചെയ്താൽ എന്ത് വേണം?
നബിതങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്, നബിയെ അങ്ങേക്ക് വിരിപ്പ് വേണമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പറയുകയാണ്, മാലി വലിദ്ദുനിയാ, എനിക്ക് എന്താപ്പാ ദുനിയാവിൽ ഇനി ഒരു വിരിപ്പ്, എനിക്ക് എന്തിനൊരു കട്ടില്, എനിക്ക് എന്തിനൊരു മെത്ത. നബിതങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്, വല്ലാഹി അന വദ്ദുനിയാ, ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം ഇല്ലാ കറാകിബിൻ, ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തവല്ല തഹത ഷജറത്തിൻ, അദ്ദേഹം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ വെയിൽ കൊണ്ട് അവശനായി പോയ സന്ദർഭത്തിൽ ഒരു വലിയ ഒരു വടവൃക്ഷം കാണുകയാണ്, തണൽ മരം കാണുകയാണ്. ആ തണൽ മരത്തെ അദ്ദേഹം അഭയം പ്രാപിക്കുകയാണ്. ഇസ്തവല്ല തഹത ഷജറത്തിൻ, തണൽ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം പോയി വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് വിശ്രമമെല്ലാം കഴിഞ്ഞു, സമാധാനമായി. അദ്ദേഹം പിന്നീട് യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ തണല് അദ്ദേഹം ഒഴിവാക്കി. തണല് ഒഴിവാക്കിയിട്ട് യാത്ര പുറപ്പെട്ടു പോയി. അപ്പൊ എത്ര നേരം അദ്ദേഹം അവിടെ താമസിച്ചു? എത്ര സമയം അവിടെ താമസിച്ചു? വളരെ കുറഞ്ഞ സമയം, തുച്ഛമായ സമയം മാത്രം, കുറഞ്ഞ സമയം മാത്രമാണ് താമസിച്ചത്. അപ്പോ ഞാനും ഈ ദുനിയാവ് ഇത്രയ്ക്ക് ഉള്ളൂ ഇബ്നു മസ്ഊദേ, പിന്നെ എനിക്കെന്തിനാ ഒരു വിരിപ്പ്? നമ്മൾ അങ്ങനെയാണോ? ചെറിയ ഒരു വീടിന് വേണ്ടി, ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടി, ക്ഷണികമായ ഒരു ജീവിതത്തിന് വേണ്ടി കോൺക്രീറ്റ് സൗധങ്ങളാണല്ലോ കെട്ടിപ്പൊക്കുന്നത്. ഇവിടെ ഒരു സഹോദരൻ പ്രസംഗിച്ചു, ഹജ്ജിന് പോകുന്നവർ ഒരു ദിവസം ഒരു പ്രാവശ്യത്തെ ഹജ്ജിന്റെ പൈസ, എപ്പോഴും പോകുന്നവർ അത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഈ കല്യാണത്തിന് വേണ്ടി ചെലവ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി പറയേണ്ടത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്താണ് ഇന്ന് വീട് വയ്ക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീടിന് വേണ്ടി ഒരാൾ പൈസ ചെലവ് ചെയ്താൽ, കൂടുതൽ ചെലവ് ചെയ്താൽ, അമിതമായി ചെലവ് ചെയ്താൽ അവന്റെ അധപ്പതനത്തിന്റെ അടയാളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 20 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം മുസ്ലിമീങ്ങൾ, ഞാൻ കണക്കടക്കം ഞാൻ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, പക്ഷെ നമ്മളുടെ മുന്നിൽ നമ്മുടെ പല്ലുവെച്ച് നമ്മൾ മടപ്പിക്കുന്നത് ശരിയല്ല. 5.5 കോടി രൂപയുടെ വീട് വെക്കുന്ന മുസ്ലിം സഹോദരൻ വീട് വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നു. ഭയങ്കരമായ അവന്റെ പേരുണ്ട്. ചിലപ്പോ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തേടി പിടിച്ചു കളയും. ഒരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയല്ല. ഒരു മുസ്ലിം സമുദായം ഇന്ന് മുസ്ലിം സഹോദരന്മാരുടെ വീടാണ് 5 കോടി, 2.5 കോടി, 3.5 കോടി. തിരുവനന്തപുരത്ത് ഒരു സഹോദരന്റെ വീട്ടിൽ പോയപ്പോ അയാൾ വലിയ കാര്യമായിട്ട് വിളിച്ചുകൊണ്ട് കക്കൂസ് കൊണ്ട് കാണിക്കുക. നമ്മുടെ കക്കൂസ് നോക്ക്, 6 ലക്ഷം രൂപയുടെ ബാത്റൂം, 6 ലക്ഷം രൂപയുടെ ബാത്റൂം. അപ്പോ 5 കോടിയുടെ വീടാ വെച്ചിരിക്കുന്നത്. വലിയ പാലസ് എന്നൊക്കെ പേര്, അതിന്റെ മുന്നിലും പിന്നിലൊക്കെ വേറെ പേരൊക്കെ ഉണ്ട്. ഇത് മുസ്ലിം സഹോദരന്റെ വീടാണ്. എറണാകുളം സിറ്റി പരിശോധിച്ചു നോക്ക്, ഏറ്റവും വലിയ പണക്കാരും കോടീശ്വരന്മാരും വലിയ സമ്പന്നതയുടെ ഉടമകളും ഏറ്റവും വലിയ വീടിന്റെ ഉടമകളും ആരാണ്? മുസ്ലിം സമുദായമാണ്. കല്യാണം കഴിപ്പിക്കുന്ന വിഷയത്തിൽ ആഡംബര കല്യാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? മുസ്ലിം സഹോദരങ്ങളാണ്. ഈ കൊല്ലത്തും തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അടുത്ത സമയത്തെ കല്യാണത്തിൽ ഒരാൾക്കുള്ള ആഹാരം കാളയെ പോലെ നിന്ന് തിന്നാനും നടന്നു തിന്നാനും ഇരുന്ന് തിന്നാനും അങ്ങനെ അങ്ങോട്ട് നടക്കലായിപ്പോ. നബിതങ്ങളുടെ സുന്നത്തൊക്കെ പോയി, ഇരുന്ന് തീറ്റിയൊക്കെ പോയി. നടന്നു തിന്നുക, നിന്ന് തിന്നുക, പെറുക്കി തിന്നുക, പറക്കി തിന്നുക, ആരാന്റെ മുന്നിലൊക്കെ കിടക്കുന്ന എടുത്ത് തിന്നുക. ഈ ഒരു തീറ്റിക്ക് വേണ്ടി ഒരാൾക്കുള്ള ആഹാരം 1250 രൂപ. 1250 രൂപയ്ക്ക് ഒരാൾ എത്ര തിന്നും? എത്ര തിന്നും സുഹൃത്തുക്കളെ? ഏത് തരത്തിലുള്ള ആഹാരങ്ങൾ? 1.25 കോടി രൂപയുടെ കാറ്, 1.25 കോടി. കണക്കടക്കം നമുക്കറിയാം. കല്യാണത്തിന് പങ്കെടുത്ത വ്യക്തി വിനീതന്റെ മുന്നിൽ വന്ന് കണക്കടക്കം വിഷമത്തോടെ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം ആ നാട്ടിൽ എനിക്ക് പ്രസംഗിക്കാനുള്ള അവസരം അല്ലാഹു തന്നു. ഞാൻ പച്ചക്ക് പറഞ്ഞു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസൽമാന്റെ കണക്കാണ് ഈ പറയുന്നത്. സ്വർണത്തിന്റെ കാര്യം, സ്വർണം നമുക്ക് പേശേണ്ട കാര്യമില്ല. നമുക്ക് എത്ര വേണം നമ്മുടെ എടുത്തോളി. ഇപ്പൊ കൊച്ചിനിടാൻ വേണ്ടി നല്ല രത്നങ്ങൾ പതിച്ച മാലകൾ തന്നെ ഇടുക കല്യാണത്തിന്. ഏകദേശം 20-30 ലക്ഷം രൂപയുടെ രത്നം പതിച്ച മാല. മുസൽമാന്റെ കല്യാണം, മുസ്ലിം സഹോദരന്റെ കല്യാണം. അവൻ ഈ ആഡംബര കല്യാണം ഒഴിവാക്കിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി അവന്റെ കൈകളൊന്ന് നീട്ടട്ടെ, അതൊന്ന് നീട്ടട്ടെ. അത് നമ്മൾ ഓരോ സമുദായത്തിലും പറയണം. ഓരോ ആലിമിന്റെയും കടമയാണ്, ഓരോ സഹോദരന്റെയും കടമയാണ്, ഓരോ നാട്ടുകാരുടെയും കടമയാണ്. ആഡംബര കല്യാണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ
അതിനുവേണ്ടി അവർ തയ്യാറാകണം. എത്ര സാധുക്കളായ പെണ്ണുങ്ങളാണ് ആ കല്യാണത്തിൽ വന്ന് കണ്ണുനീരോടുകൂടി അവരെ പ്രാഗി ശപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കല്ലി, എത്ര വീടുകൾ, എത്ര സഹോദരിമാർ. കേവലം കല്യാണ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന ചടങ്ങിൽ 50 പവനും 100 പവനും ഇട്ടുകൊണ്ട് പെണ്ണിനെ കൊണ്ടൊന്ന് ആണുങ്ങളുടെ മുന്നിൽ, അന്യരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുകയാണ്. കൊല്ലം ജില്ലകളിലും തിരുവനന്തപുരം ജില്ലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തോട്ട് തന്നെ പറയേ വേണ്ട. ഈ ജില്ലകളിലൊക്കെ വിനീതൻ ജോലി നോക്കിയത് കൊണ്ട് ഇതൊക്കെ അനുഭവമാണിത്. അത് നമ്മൾ പറയണം. നീ ഇത് കാണിക്കുന്നത് തെറ്റാണ്. ഇതല്ല നബി തങ്ങൾ പഠിപ്പിച്ചത്. ഇത് ഇസ്ലാമിൽ അന്യമായ കാര്യമാണ്. ഇസ്ലാം ഇതല്ല പഠിപ്പിക്കുന്നത്. ലളിതമായ നിക്കാഹാണ്, ലളിതമായ വിവാഹമാണ്, ലളിതമായ വിവാഹ ചടങ്ങാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ നിയമം എന്താണ്? നീ കല്യാണം കഴിച്ചിട്ട് നിന്റെ പണം കൊണ്ട് മഹർ കൊടുത്തിട്ട് നിന്റെ കാശ് കൊണ്ട് നീ നല്ല ആഹാരം വരുന്നവർക്ക്, അതിഥികൾക്ക് നീ കൊടുക്കുക. ഇതാണ് ഇസ്ലാമിക പാരമ്പര്യം. അത് പറയുന്ന സുഹൃത്തുക്കളെ, അത് പഠിപ്പിക്കും സുഹൃത്തുക്കളെ, അത് പ്രചരിപ്പിക്കും സുഹൃത്തുക്കളെ, അത് മാതൃകയിൽ കാട്ടിക്കൊടുക്കും സുഹൃത്തുക്കളെ. അത് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ മുൻതൂക്കം നൽകണം. വലിയ വലിയ വീടുകളും ആഡംബര കാറുകളും ഇന്ന് മുസ്ലിം സമുദായത്തിന് കണക്കെടുത്ത് നോക്ക്. ആഡംബര കാറുകൾ അവരുടെ കൈകളിലാണ്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരനുമായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അനിയന്റെ കല്യാണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. കാറിനെ കുറിച്ച് ചർച്ച, ഏത് സൈസിലെ കാറ് വേണമെന്ന്. അപ്പൊ അവിടുന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്, ഏത് സൈസിലെ കാറ് വേണം, ഏത് സൈസിലെ കാർ. 22 ലക്ഷം, 20 മുതൽ മുകളിലോട്ടുള്ളത് പറഞ്ഞാൽ മതി. 20 മുതൽ മുകളിലോട്ടുള്ളത്. ഒരു ട്രക്കിന്റെ അടിയിൽ കയറിയ ഇതെല്ലാം തീരൂലേ. 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെ എവിടെ പോകും? ഒരു മരത്തിന്റെ തണലിൽ നിൽക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ദുനിയാവിലെ തന്നെ ജീവിതം. ഇതിന് എന്തിനേ ഈ ആഡംബരം? ലളിതമായ ജീവിതത്തെ കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തും, കേൾക്കും, പങ്കെടുക്കും, എല്ലാം തലയാട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിബിതങ്ങളെ കണ്ടുപിടി. നിബിതങ്ങൾക്ക് ദാരിദ്ര്യമൊന്നും അള്ളാഹു കൊടുത്ത് പരീക്ഷിച്ചൊന്നുമല്ല. ബഹുമാനമുള്ള സഹോദരൻ, നിബിതങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ നിബിതങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്താണ്? ആഖിറത്തിലെ സുഗമമായ ജീവിതമാണ്. അതിനുവേണ്ടി ദുനിയാവിനെ ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായി. ആ റസൂലുള്ളാഹിന്റെ അനുയായികളായ മുസ്ലിം ഉമ്മത്ത് ആ മാതൃകയാണ് ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ പറഞ്ഞാലോ പ്രസംഗിച്ചാലോ കേട്ടാലോ പോരാ. ആ പ്രവാചകന്റെ ജീവിതവും ദർശനവും ശൈലിയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം. അതിന് നമ്മൾ തയ്യാറാകണം. അതിന് പ്രോത്സാഹനം നൽകണം, പ്രചോദനം നൽകണം. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ താഴ്മയും വിനയത്തെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഖുൽ മുത്തഖിഅൻ യാ റസൂലല്ലാഹ് ഫഇന്നഹു അഹ്വനു അലൈക. നബിയേ, അങ്ങയുടെ വെപ്രാളം ആഹാരം കഴിക്കുമ്പോൾ അങ്ങയുടെ ബുദ്ധിമുട്ട് എനിക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങ് ചാരി ഇരുന്ന് ആഹരിക്കൂ, ചാരി ഇരുന്ന് കഴിക്കൂ നബിയേ. ഖുൽ മുത്തഖിഅൻ യാ റസൂലല്ലാഹ് ഫഇന്നഹു അഹ്വനു അലൈക. അങ്ങേക്കത് എളുപ്പമാകും, ആഹാരം കഴിക്കാൻ അങ്ങേക്കത് എളുപ്പമായി കിട്ടും. ഒന്ന് ചാരി ഇരുന്ന് കഴിക്കൂ നബിയേ. കേട്ട മാത്രയിൽ ഫാസിഖാ ജബ്ഹതഹു ഹത്താ കാദ അൻ തുസീബ ജബ്ഹതഹു അല്ലറല്ലാ. നബി തങ്ങൾ കുനിയുകയാണ്, താഴേക്ക് കുനിയുകയാണ്. നബി തങ്ങളുടെ നെറ്റിത്തടം ഭൂമിയിലേക്ക് എത്തുമാറെടുക്കുമാർ നബി തങ്ങൾ കുനിഞ്ഞുകൊണ്ട് പറയുന്നു, ബൽ ആകുലു കമാ യകുലുൽ അബ്ദു വജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു. ആയിഷ, ഞാനൊരു അടിമ കഴിക്കുന്നത് പോലെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചാരിയിരുന്ന് കഴിക്കുക എന്നത് എന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, മാ അകല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖിവാനിൻ വലാ ഫീ സുഖർജത്തിൻ ഹത്താ ലഹിഖ ബില്ലാഹി തആല. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ ചാരിയിരുന്ന് ഭക്ഷിച്ചിട്ടില്ല, തീന്മേശയിലിരുന്ന് ഭക്ഷിച്ചിട്ടില്ല. വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ നിരത്തി വെച്ചുകൊണ്ട്, പലതരത്തിലുള്ള കിണ്ണങ്ങളും പാത്രങ്ങളും നിരത്തി വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷിച്ച ചരിത്രമേ ഇല്ല.
ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇന്ന് നമ്മൾ കഴിക്കുന്നത്, പ്രസംഗിക്കുന്ന ഞാനടക്കം, വലിയ തീന്മേശ, ഏറ്റവും കൂടിയ 40,000 രൂപ ഇപ്പോഴത്തെ കുറഞ്ഞ തീന്മേശ. ഇങ്ങനെ കറക്കണം. മട്ടൻ വരണമെങ്കിൽ ഇങ്ങനെ കറക്കിയാൽ ഈ സൈഡിൽ വരും, അവിടെ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കറക്കിയാൽ അങ്ങോട്ട് പോകും. ചിക്കന്റെ കാല് വേണമെങ്കിൽ ആ ഭാഗം നോക്കി ഇങ്ങോട്ട് കറക്കിയാൽ ഇങ്ങോട്ട് വരും. എന്താ സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ ശൈലി നമ്മൾ പറയല, നമ്മൾ കേൾക്കല. നമ്മൾ വീട്ടിലൊക്കെ മേടിച്ചിരുന്നതോ കറക്കുന്ന സൈസ്, കറങ്ങുന്ന സൈസ്. ചാരി ഇരുന്ന് റസൂലുള്ള കാര്യം കിട്ടാഞ്ഞിട്ടാണോ? നമ്മൾ അങ്ങനെ ധരിച്ചു പോരുത്. നബിയോ അന്നത്തെ കാലത്തൊന്നുമില്ല, മൊബൈലില്ല, ആഡംബര വാഹനമില്ല. ഏറ്റവും വലിയ വാഹനം വലിയ ബുറാക്ക്, അതിനേക്കാൾ വലിയൊരു വാഹനം ദുനിയാവിൽ കണ്ടുപിടിക്കാനേ പോകുന്നില്ല. അതിനപ്പുറത്തൊരു വാഹനം ഇനി കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നിമിഷ നേരം കൊണ്ട് ഫ്ലൈറ്റ് ഒക്കെ, പിന്നെ വല്ലി 5 മണിക്കൂർ 6 മണിക്കൂർ ഓരോടത്ത് ഇറങ്ങി പോകണം. നിമിഷ നേരം കൊണ്ട് പോയി ദുനിയാവിന്റെ അങ്ങേ അറ്റം എവിടം വരെ പോയിട്ട് നിമിഷ നേരം കൊണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് തിരിച്ച് സ്ഥലത്തെത്തി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന പായയുടെ ചൂട് മാറിയിട്ടില്ല, അതിനു മുമ്പ് ആള് തിരിച്ചെത്തി. ഇതിനേക്കാൾ വലിയൊരു വാഹനമൊന്നും ഇനി കണ്ടുപിടിക്കാൻ പോകുന്നില്ല. മൊബൈൽ, ഇവിടുത്തെ കാര്യം അവിടെ എത്തിക്കാൻ, അവിടുത്തെ കാര്യം ഇവിടെ എത്തിക്കാൻ. ബഹുമാനപ്പെട്ട മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് സാരിയ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചർച്ച ചെയ്ത് ഏത് മൊബൈലിലൂടെയാണ്, ഏത് ഇന്റർനെറ്റിലൂടെയാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല സാരിയാൽ ജബൽ, ജബലിന്റെ ഭാഗം, മലയുടെ ഭാഗം സൂക്ഷിച്ചത് അതിക്രമികൾ കടന്നു വരികയാണ്, അതിക്രമിക്കുമ്പോൾ സൂക്ഷിച്ചോ എന്ന് 500 കിലോമീറ്ററുകൾക്ക് അപ്പുറം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഏത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ? എന്താ കിട്ടാഞ്ഞിട്ടാണോ? അന്നത്തെ കാലഘട്ടത്തിൽ സഹാബാക്കൾക്ക് ഇതൊന്നും കിട്ടാത്തതിന്റെ ഒന്നുമല്ല, അവർക്ക് ഇതൊന്നും വേണ്ട, ദുനിയാവിൽ ഇത് കാണിച്ചു കൊടുക്കണം. ഇതല്ല നമ്മുടെ വീട്. നമ്മുടെ വീട് ആഖിറമാണ്. അവിടെയാണ് സ്വസ്ഥമായ ജീവിതം, അവിടെയാണ് വലിയ ആഡംബര കൊട്ടാരങ്ങൾ വേണ്ടത്, അവിടെയാണ് സന്തോഷിക്കേണ്ടത്, അവിടെയാണ് ആഹ്ലാദിക്കേണ്ടത്, അവിടെയാണ് നമുക്കെല്ലാം. ഈ ദുനിയാവിൽ നീ ജീവിക്കുന്ന സമയത്തോളം കുറച്ച് നീ സമ്പാദിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅമൽ ലിദുനിയ ബിഖദ്രി ബഖായിക ഫീഹാ വഅമൽ ലിൽആഖിറ ബിഖദ്രി മഖാമിക ഫീഹാ. ദുനിയാവിൽ നീ താമസിക്കുന്ന, നീ മരിക്കുന്ന സമയം വരെ നിനക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നീ കുറച്ച് സമ്പാദിക്കുക. മറിച്ച് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ആഖിറത്തിലേക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടി നീ പണിയെട്. വഅമൽ ലിദുനിയ ബിഖദ്രി മഖാമിക ഫീഹാ. ഗൾഫിൽ പോണ എന്തിനാ ചോദിച്ചാ പറയും, ഒരു കിടപ്പാടം വേണം, ഒരു കിടപ്പാടം വേണം. ഗൾഫിൽ പോകുന്ന സഹോദരനോട് ചോദിച്ചു നോക്ക്, ഒരു കിടപ്പാടം കിട്ടിയ ഞാൻ ഇനി വരും. ഒരു കിടപ്പാടമില്ല ഞങ്ങൾക്ക്. ഇതിനു വേണ്ടിയിട്ട് ഗൾഫിൽ പോയി പണിയെടുക്കുന്നത്, വർഷങ്ങൾ പണിയെടുക്കുന്നു, ചോര നീരാക്കുന്നു, മൂത്രമൊഴിക്കുന്നത് രക്തമാണ്. എന്തിനാണ് സഹോദരൻ നീ നാട്ടിൽ പോയി? ഇല്ല, ഒരു കിടപ്പാടമില്ല. എന്റെ മയ്യത്ത് സ്വന്തമായി എന്റെ വീട്ടിലിട്ട് പൊതിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കിടപ്പാടമില്ല. അതിനു വേണ്ടിയിട്ടാണ് വർഷങ്ങൾ ചെലവ് ചെയ്ത് ഗൾഫിൽ ഞാൻ ജോലിയെടുക്കുന്ന സഹോദരൻ എന്ന് സഹോദരന്മാർ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅമൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫീഹാ വഅമൽ ലിൽആഖിറ ബിഖദ്രി മഖാമിക ഫീഹാ. ഗൾഫിൽ പോയിട്ട് വീടിന് വേണ്ടി പണിയെടുക്കുന്നത് പോലെ ദുനിയാവിലെ സഹോദര ആഖിറത്തിലൊരു വീടിന് വേണ്ടി നീ പണിയെട്. ആഖിറത്തിലൊരു വീടിന് വേണ്ടി പണിയെട്. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതിനൊന്നും സമയമില്ല നമുക്ക്. ഹൈവേയുടെ സൈഡിൽ എവിടെ വാങ്ങിക്കാം? ഇത് വാങ്ങിച്ച ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ച എത്രത്തിന് കൊടുക്കാൻ പറ്റും? ഇവിടെ ഒരു കൊട്ടാരം വെച്ചാല് എത്ര രൂപയ്ക്ക് അവനെ അടിച്ചു മാറ്റാൻ പറ്റും? അതിനൊരു 250 കള്ളത്തരം, ആവശ്യമില്ലാത്ത എല്ലാ നരകത്തിലേക്കുള്ള വഴി. കള്ളത്തരം പറഞ്ഞു അല്ലാഹുവേ എന്തൊക്കെയാ പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഗവൺമെന്റ് അളന്നിട്ട സ്ഥലമായിരിക്കും. ആ കല്ലൊക്കെ തട്ടി മാറ്റിയിട്ട് പെട്ടെന്ന് വീലൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ആളിനെ കൊണ്ടുവന്ന് പെട്ടെന്ന് എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് വില കുറച്ച് അവൻ വലിയ അടുത്ത് വീട് പാല് കാച്ചൊക്കെ നടന്ന സമയത്തായിരിക്കും അവിടുന്ന് ഓർഡർ വരുന്നത്. ഈ വീടിന്റെ പകുതിയിൽ കൂടെ ഞങ്ങൾ നേരത്തെ എടുത്തതാണ്. വല്ല പിന്നെ ബ്രോക്കറെ വിളിച്ചാലും കാണൂല, ആരെ വിളിച്ചാലും പിന്നെ എല്ലാം സ്വിച്ച് ഓഫ്. ഇപ്പൊ ചുമ്മാ കിട്ടുമല്ലോ, മത്തി വാങ്ങിക്കുന്നത് പോലെ സിം കാർഡ് കിട്ടുന്നതുകൊണ്ട് ഒരു കച്ചവടത്തിന് ഒരു സിം കാർഡ്, പിന്നെ എടുത്ത് ദൂരെ കളയുക. മൊബൈലിനും പഞ്ഞമില്ല. എത്രത്തോളം കള്ളം പറഞ്ഞിട്ടല്ല ഇതൊക്കെ സമ്പാദിക്കുന്നത്? ദുനിയാവിന് വേണ്ടി, ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങളൊരു വീടിന് വേണ്ടി സമ്പാദിക്കുക. ഇതുകൊണ്ടാണ് നബി തങ്ങൾ ഒരു കിടക്കാൻ പോലും, ഒരു മെത്ത പോലും സഹാബാക്കൾ പണിവ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് റസൂലുള്ള പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബി തങ്ങൾ വയറ് നിറച്ച് ഭക്ഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടേ ഇല്ല. മസ്റൂഖ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം മസ്റൂഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പോയി ഒരു ദഅവത്ത്, ഒരു ക്ഷണമുണ്ടായി. വീട്ടിൽ പോയി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുന്നത് പോലെ തോന്നിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്തേ കരയുന്നത് മഹദി അവറുകളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. എന്റെ ഹബീബായ തങ്ങൾ ഒരു ദിവസം വയർ നിറച്ച് കഴിച്ചിട്ടില്ല. റൊട്ടിയും കറിയും കൂടെ ചേർത്ത് വയർ നിറച്ച് കഴിച്ച ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോൾ അല്ലാഹു നമുക്ക് സുലഭമായി ഇത് തന്നിരിക്കുകയാണ്. എന്റെ ഹബീബ് അത്രത്തോളം വിഷമിച്ച്, അത്രത്തോളം പട്ടിണി കിടന്ന്, അത്രത്തോളം ദാരിദ്ര്യത്തിൽ കുടുങ്ങിയിട്ടാണ് എന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ആ സംഭവം എനിക്കിപ്പോൾ ഓർമ്മ വന്നു പോയി, ഞാൻ കരഞ്ഞു പോയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ മസ്ഊഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി അതൊക്കെ ക്ഷമിച്ചു, സഹിച്ചു. ദുനിയാവിന്റെ കുറച്ച് ജീവിതത്തിന് വേണ്ടി സമ്പത്താണ് വലുത്, പ്രതാപമാണ് വലുത്, ഇല്ല, ഇതൊന്നുമല്ല വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈമാനാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹം എന്താണ് അവർക്ക് അനുഗ്രഹം അല്ലാഹു തആല നൽകിയത്? ദുനിയാവിലുള്ള എറുമ്പിന്റെ സംസാരം, പറവകളുടെ സംസാരം, കാറ്റുകളുടെ വേഗത, ഇത് മുഴുവനും നിയന്ത്രിക്കാൻ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കരിച്ചോ? ഞാൻ ആരപ്പ, ഞാൻ ഷേഖാണ്, എല്ലാരും എന്നെ വന്ന് മുസാഫാത്തി. ഞാൻ ആര്? കാറ്റിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവുണ്ട്, പറവകളുടെ സംസാരം കേൾക്കാൻ എനിക്ക് കഴിവുണ്ട്, എറുമ്പിൻ കൂട്ടങ്ങളുടെ ചലനം മനസ്സിലാക്കാൻ എനിക്ക് കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നീ എനിക്ക് തന്ന കഴിവ് പടച്ചവനെ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് സ്തുതിക്കുക. നമുക്ക് സമ്പത്ത് അള്ളാഹു നൽകി, നല്ല ജോലി നൽകി, പഠിപ്പ് നൽകി, നല്ല വീട് നൽകി. അഹങ്കരിക്കരുത് സുഹൃത്തുക്കളെ. ശുക്ർ ചെയ്യ് അള്ളാഹുവിന്, ശുക്ർ ചെയ്യ് അള്ളാഹുവിന്. പണം കൊണ്ട് അമ്മാനമാടല്ലേ, ചെലവ് ചെയ്. അള്ളാന്റെ മാർഗത്തിൽ നിനക്ക് അള്ളാഹു സമ്പത്ത് നൽകിയോ? അൽഹംദുലില്ലാഹ്. വീട് നൽകിയോ? അൽഹംദുലില്ലാഹ്. ആഡംബര വാഹനം നൽകിയോ? അൽഹംദുലില്ലാഹ്. അതൊക്കെ നിലനിൽക്കാൻ വേണ്ടി ദുനിയാവിൽ വെച്ച് നീ കൊടുക്ക്, ചെലവ് ചെയ്. ആഖിറത്തിലേക്ക് ഈ വീടും പ്രതാപവും അല്ലാഹു നിനക്ക് അവിടെ തരും. ഇത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. ഇന്ന ലില്ലാഹി ഖൽഖൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ലില്ലാഹി ഖൽഖൻ, അല്ലാഹുക്ക് ഒരു കൂട്ടം സൃഷ്ടികളുണ്ട്. ഖലഖഹും ലിഖളായി ഹവായിജിൻ നാസ്, ജനങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചത്. ജനങ്ങളുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു അവരെ സൃഷ്ടിച്ചത്. ഫഅല അലാ നഫ്സിഹി, അല്ലാഹു തആല അവന്റെ പ്രതാപത്തെ, സത്യപ്രതാപത്തെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാ യുഅദ്ദിബഹും ബിന്നാർ, അവരെ ഞാൻ തീ കൊണ്ട് ശിക്ഷിക്കുകയില്ല, നാളെ നരകത്തിലിട്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല. ആര്? ഒരു കൂട്ടം ആളുകൾ. ആ ആളുകളുടെ ജോലി എന്താണ്? ഇതേപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക, ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരുടെ കണ്ണുനീര് ഒപ്പുക. ഇങ്ങനെയുള്ള കുറെ ആളുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു ആണയിട്ട് പറയുകയാണ്, എന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, ഞാൻ അവരെ നരകത്തിലിടുകയില്ല, ഞാൻ അവരെ നരകത്തിലിടുകയില്ല. മാത്രമല്ല പ്രകാശത്താലുള്ള കസേര അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെടും. പ്രകാശത്താലുള്ള മിമ്പർ, പ്രകാശത്താലുള്ള കസേര, അതിലുള്ള പീഠം അവർക്ക് വേണ്ടി തയ്യാറാക്കി വയ്ക്കപ്പെടും. അവരതിലിരുന്നു കൊണ്ട് പടച്ച തമ്പുരാനോട് സംസാരിച്ച് കളി തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇവർ കളിതമാശയുമായി പറഞ്ഞിരിക്കുന്നു. ആര്? അള്ളാഹുവിനോട്. ഏതാള്? ജനങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി, ആ സമ്പത്ത് പാവപ്പെട്ടവന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവ് ചെയ്തവൻ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി വലാ തയമ്മമുൽ ഖബീസ മിൻ. അല്ലാഹു
അല്ലാഹു തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിന്റെ നല്ല ഭാഗം നിങ്ങൾ ചെലവ് ചെയ്യണേ. അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും. കണ്ടോ, ഇവിടെ ത്വയ്യിബാത്ത് എന്നുള്ള ഉപയോഗിച്ചു പ്രത്യേകമായിട്ട്. അൻഫിഖൂ മാ കസബത്തു എന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ സമ്പാദിച്ചതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കണമെന്ന് അള്ളാഹ് പറഞ്ഞാൽ പോരെ. അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്ത് നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യേ. ലോട്ടറി അടിച്ചു 20 ലക്ഷത്തിന്റെ, ഞാനൊരു പെണ്ണിനെ കെട്ടിച്ചേക്കാം, അല്ലാഹുവേ ഹറാമാണ് ഹറാമാണ് ഹറാമാണ്, നിന്റെ പൈസ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണ്ട. ഒരാള് 10 ദിർഹം കൊടുത്തുകൊണ്ട് ഒരു തുണി വാങ്ങി. ആ 10 ദിർഹമിൽ 1 ദിർഹം ഹറാമിന്റെ പൈസയാണെങ്കിൽ ആ വസ്ത്രം ഹറാമാണ് ഹറാമാണ് ഹറാമാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നീ നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ വസ്ത്രം കൊണ്ട് നീ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളൊന്നും അല്ലാഹു അംഗീകരിക്കുകയില്ല. 1 ദിർഹം ഹറാം, കൂടുതലൊന്നുമില്ല. സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് 10 രൂപയുടെ ഒരു ലോട്ടറി എടുത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ അടിച്ചു. എല്ലാവർക്കും മദ്രസയിലെ കുട്ടികൾക്കല്ല എന്റെ വക ഓജീനം. അത്രയും കുട്ടികൾക്ക് ഹറാമ് തീറ്റിപ്പിച്ചതിന്റെ ഇടി നാളെ ആഖിറത്തിൽ ഇവൻ അല്ലാഹു തആല കൊടുക്കും. ഇവൻ വിചാരം കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ, അതിന് വല്ല നഷ്ടം വല്ല ഉണ്ടോ? ഇതൊരു ചൂതാട്ടമാണല്ലോ. മൈസിറിന്റെ അർത്ഥം ലോട്ടറിയും കള്ളും. ഇതിനെക്കുറിച്ച് നബിയെ അങ്ങയോട് ചോദിക്കും നബിയെ. ഖംറും മൈസിറും ചൂതാട്ടം ഒരു കണക്കിന് ചൂതാട്ടമാണ്. വിശദീകരിക്കാൻ സമയമില്ല അത് എങ്ങനെയാണ് ചൂതാട്ടം. സെയിം അന്നത്തെ കാലഘട്ടത്തിൽ ചൂതാട്ട കളിയായിരുന്നു. അബൂജഹലും കൂട്ടരും എല്ലാം കൂടെ കൂടിയിരുന്നിട്ട് കുലുക്കി തീരുമാനം എടുത്തിട്ട് അവരുടെ ഒരു കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ കുലുക്കി ആ പാത്രം തുറന്ന് നോക്കുമ്പോൾ ആർക്കാണോ വീണത്, കുറി വീണത്, അവര് അത്രയും ഒട്ടകത്തിൽ 50ഓളം ഒട്ടകത്തെ അറുത്തു കൊടുക്കണം. ഒന്നും കിട്ടാത്തവൻ ഇത് മുഴുവനും കൊടുക്കണം. നമ്മളിപ്പോ 10 രൂപയ്ക്ക് എടുത്ത് ആന്ധ്രാപ്രദേശിനുകാരനാണ് 10 ലക്ഷത്തിന്റെ അടിച്ചത്. നമ്മുടെ പൈസ അടക്കം ഈ നാട്ടുകാരുടെ പൈസ അടക്കം മൊത്തം അവനല്ലേ കിട്ടുന്നത്. എന്ത് ന്യായം, എന്ത് ന്യായം? ഇത് ചൂതാട്ടമാണത്, ഇത് ചൂതാട്ടമാണത്. ചൂതാട്ടത്തെ കുറിച്ചും കള്ളിനെ കുറിച്ചുമാണ് നബിയെ അങ്ങയോട് ചോദിക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ നമുക്ക് അതിന് അർത്ഥം വെക്കാം. ലോട്ടറിയെ കുറിച്ചും കള്ളിനെ കുറിച്ചുമാണ് അങ്ങയോട് ചോദിക്കുന്നത് നബിയെ. അതിൽ ഗുണവുണ്ട് ദോഷമുണ്ട്. ഗുണത്തെക്കാളേറെ ദോഷമാണ്. 15,000 രൂപയ്ക്ക് ദിവസം ടിക്കറ്റ് എടുക്കുന്ന ആള് കൊല്ലത്തുണ്ട്. 15,000 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് എത്ര പേര്, ആയിരക്കണക്കിന് രൂപ, ആയിരക്കണക്കിന്. ഞാനിവിടെ കരുനാഗപ്പള്ളി ജോലി ചെയ്യുമ്പോൾ 600 രൂപയ്ക്ക് ദിവസം ലോട്ടറി എടുക്കുന്ന ചെറുക്കൻ എന്റെ അടുത്ത് വന്ന് വലിയ കാര്യത്തൊരു 600 രൂപയ്ക്ക് ഞാൻ എടുക്കും ഉസ്താദേ. 3, 6, 18, 18,000 രൂപയ്ക്ക് ഒരു മാസം ലോട്ടറി എടുക്കുന്നു. ഉന്തുവണ്ടി കച്ചവടം ചെയ്ത് തള്ളി പാവം പിടിച്ചവനോ എടുക്കുന്ന. പിന്നെ ഉപദേശിച്ച് ഇവര് ഗൾഫിൽ പോയി അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അതൊക്കെ പിന്നെ ഒഴിവാക്കി. നമ്മളൊന്ന് നിസ്സാരമായിട്ട് കണക്കാക്കിയാണ്. ആ പൈസ കൊടുത്തുകൊണ്ടൊന്നും ഒന്നും ചെയ്യണ്ട. അത് അല്ലാഹു പറഞ്ഞു, നീ സമ്പാദിച്ചതിൽ നിന്ന് നല്ലത് നീ ചെലവ് ചെയ്യ്, നല്ലത് ചെലവ് ചെയ്യ്. വലാ തയമ്മമുൽ ഖബീസ മിൻഹു, മോശമായത് നീ ചെലവ് ചെയ്യല്ലേ, ചെലവ് ചെയ്യല്ലേ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തിട്ട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചതെന്ന് നീ വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായും നിനക്കതുകൊണ്ട് ഒരു പുണ്യവും ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവുകയില്ല. പക്ഷേ നീ ചെയ്തത് മറച്ചു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് നീ പ്രവർത്തിച്ചതെങ്കിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിനക്ക് ദുഃഖവും പ്രയാസവും ഒന്നും തന്നെ വേണ്ട. ദുനിയാവിലും ആഖിറത്തിലും നീ ദുഃഖിക്കണ്ടെന്ന് സാരം, നീ പ്രയാസപ്പെടണ്ടെന്ന് സാരം. അല്ലാഹു നിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊള്ളും. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയാണ്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ
وعلانية فلهم أجرهم عند ربهم فلا خوف عليهم ولا هم يحزنون. അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രിയും പകലും ചെലവ് ചെയ്യുന്നവർ, രാത്രിയിലും പകലിലും, സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും, അവർക്കും ആഖിറത്തിൽ ദുഃഖം വേണ്ട, പ്രയാസം വേണ്ട. ദുഃഖം പ്രയാസം വേണ്ട. നമ്മുടെ ആഖിറത്തിലാണ് അല്ലാഹു പറഞ്ഞത്. ദുനിയാവിന്റെ കാര്യം എങ്ങനെയായാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചിന്റെ കാര്യം, ഇവിടെ 3 കല്യാണം നടന്നു, എല്ലാവരും പാവപ്പെട്ടവരെ സഹായിച്ചു. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ ഒരു സഹായം ഉണ്ടാകും. ഇതൊക്കെ ദുനിയാവിന്റെ കാര്യത്തിൽ എല്ലാവരും കാണും. ഒരാൾ വണ്ടി ഇടിച്ച് അവിടെ കിടന്നു, നാട്ടുകാരൊക്കെ ഓടിക്കൂടി പെട്ടെന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും. ഒരാൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കഴിയുകയാണ്, നാട്ടുകാരൊക്കെ സഹായിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും. ഇത് ദുനിയാവിലെ കാഴ്ചപ്പാടാണ്. പക്ഷെ എല്ലാവരും നീ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുവച്ച് മണ്ണിട്ട് എല്ലാവരും സലാം പറഞ്ഞു പോയാൽ അവിടെ മുതൽ നീ ഒറ്റയ്ക്കാണ്. അവിടെ മുതലാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം. അതിനു വേണ്ടിയിട്ട് അള്ളാഹുവും റസൂലും ഇങ്ങനെ പറയുന്നത്, നിനക്ക് അള്ളാഹു ചെയ്ത സമ്പത്ത് അൽഹംദുലില്ലാ അത് ഒരു തരത്തിൽ അനുഗ്രഹമാണ്. ആ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്ക്. അതാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരിവാരങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ താഴ്വാരത്തിലൂടെ നടന്നു വരുമ്പോ എറുമ്പിൻ കൂട്ടളുടെ നേതാവ് പറയുകയാണ്, യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹതിമന്നകും സുലൈമാൻ വജുനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിവാരങ്ങളും വരുന്നത് കണ്ടോണ്ട് ഈ എറുമ്പിന്റെ നേതാവ് വിളിച്ചു പറയും, എറുമ്പിൻ കൂട്ടം നിങ്ങളൊക്കെ കേറിക്കോ, അതായപ്പോ സുലൈമാന്റെ കൂട്ടർ വരുന്നു, നിങ്ങളെയൊക്കെ ചവിട്ടി കൊന്നുകളയും, അവിടെ നിങ്ങളെല്ലാം അകത്ത് കേറിക്കോ. ഇതാര് കേട്ടു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ടുപോയി. സുലൈമാൻ നബിക്ക് ഇത് കേൾക്കാനുള്ള കഴിവ് തൗഫീഖ് അല്ലാഹു നൽകി. ഫതബസ്സമ, ഇത് കേട്ടിട്ട് പുഞ്ചിരിച്ചു. ഈ എറുമ്പിന്റെ ശബ്ദം കേട്ടിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താ? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. പടച്ചവനെ, നീ എനിക്ക് തന്ന ഈ കഴിവ് എന്റെ വാപ്പാക്ക് നീ നൽകിയ കഴിവ്, അതും കൂടെ പറഞ്ഞോ. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു. നമ്മുടെയൊക്കെ സമ്പത്ത് ആരുണ്ടാക്കി തന്നതാ? നമ്മുടെയൊക്കെ മുമ്പ് നമ്മുടെ വാപ്പാമാരുണ്ടാക്കിയിട്ടിട്ടല്ലേ പോയത്? വാപ്പന്മാരുടെ കുടുംബ സ്വത്തിലല്ല ഇപ്പൊ നമ്മൾ ഞെളിഞ്ഞ് താമസിക്കുന്നത്. മൂപ്പിലാൻ ഖബറിലായിട്ട് വർഷങ്ങളായി. മൂപ്പിലാന് വേണ്ടി ഒരു ദുആ പോലും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. വാപ്പാക്ക് വേണ്ടി സദഖ ചെയ്യാൻ തയ്യാറല്ല. മരിച്ചുപോയ വാപ്പ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന മകൻ ആ വാപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യാനെങ്കിലും അവന്റെ സമ്പത്ത് അവൻ ചെലവാക്കാറില്ല. അവൻ കൊണ്ട് പിന്നെയും അങ്ങോട്ട് സന്തോഷിക്കുകയാണ് ആ പണം കൊണ്ട്. പിന്നെ ആണ്ടിലും അമാവാസിയിലും ഒരു ചടങ്ങിന് വാപ്പാട് ആണ്ട ഒരു 100 രൂപയുടെ ഒരു പരിപാടി. വാപ്പായുമായിട്ടുള്ള ബന്ധം എത്ര? 100 രൂപ. എവിടെയെങ്കിലും വല്ല പരിപാടി നടക്കുമ്പോൾ 100 രൂപ എഴുതി കൊടുത്തിട്ട് മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. വാപ്പ ഇവനെ വളർത്തിയെടുത്തത് 100 രൂപയായിട്ടാണ്. എത്ര ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടാണ് ഒരു മകനെ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് വലുതാക്കി എല്ലാ നിലയ്ക്കും അവനെ യോഗ്യനാക്കി മാറ്റിയ വാപ്പ മരിച്ചുപോയി. ആ വാപ്പാടെ ഖബറിലേക്ക് ഇവനൊരു സദഖ ചെയ്യില്ല, ഇവനൊരു ദുആ ചെയ്യാൻ അവന് സമയമില്ല. അവന് സമ്പത്ത് അല്ലാഹു തആല കൊടുത്തവന്റെ വാപ്പായിൽ നിന്നാണ്. വാപ്പാക്ക് കൊടുത്ത കഴിവിലൂടെയാണ് അല്ലാഹു നിനക്ക് കഴിവ് തന്നത്. അതുകൊണ്ട് നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ കഴിവും നിനക്ക് നിന്റെ വാപ്പാക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹവും ചേർത്ത് നീ ദുആ ചെയ്യണം. പടച്ചവനെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ദുആ ചെയ്തപോലെ ദാവൂദ് നബിക്ക് അല്ലാഹു തആല ഇരുമ്പിനെ മെഴുകാക്കി കൊടുത്തു. ഏതവസ്ഥയിലും താൻ ഉദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് ഇരുമ്പിനെ വശീകരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല ദാവൂദ് നബിക്ക് നൽകിയെങ്കിൽ ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചത് വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിൽ മുഅ്മിനീൻ. എല്ലാ മുഅ്മിനീങ്ങളെക്കാളും വിശ്വാസികളെക്കാളും ഞങ്ങളെ രണ്ടുപേരെ നീ അനുഗ്രഹിച്ചല്ലോ അല്ലാഹുവേ. നീയാണ് അഖിലസ്തുതിയുള്ളവൻ, നിനക്കാണ് സ്തോത്രം, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ് എന്ന് ഇവർ രണ്ടുപേരും അല്ലാഹുവിനെ സ്തുതിച്ചു. ഈ അനുഗ്രഹത്തിന് വല്ല അഹങ്കാരികളായില്ല.
എന്നിട്ട് ദുആ ചെയ്ത് എന്താണ് റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. പടച്ചവനെ, എനിക്കും എന്റെ പിതാവിനും നീ നൽകിയ ഈ സമ്പത്ത് അല്ലാഹുവേ നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യാനും നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനും നീ ഇച്ഛിക്കുന്ന വിധത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ അല്ലാഹുവേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം സാധുക്കളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി ചെലവ് ചെയ്തുകൊണ്ട് പടച്ചവന് ശുക്ർ ചെയ്യുവൻ സഹോദരാ. അല്ലാതെ സമ്പത്ത് കിട്ടിയത് വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കണ്ട, അതൊക്കെ കൊടുത്താലും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊക്കെ ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. അല്ലാതെ നബി തങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും അല്ലാഹു കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. ഷിഅബു അബി താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നപ്പോൾ അബൂജഹലും കൂട്ടരും ഇവിടെ ഭയങ്കരമായ ബിരിയാണിയും മട്ടൻ ചാപ്സും ചില്ലി ചിക്കനും കബ്സായും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകത്തിന്റെ കാല് ആട്ടിന്റെ കാലൊക്കെ അടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കൾ ഷിഅബു അബി താലിബിൽ പട്ടിണി കിടക്കുകയാണ്. പട്ടിണി സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ ഞങ്ങള് പച്ചിലകളെല്ലാം പറിച്ചു തിന്നു, ആടുമാട് ഒട്ടകങ്ങൾ കാഷ്ടിച്ചതുപോലെ ഞങ്ങൾ കാഷ്ടിച്ചത്. എന്താ നബിക്ക് അല്ലാഹ്ക്ക് കൊടുക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നബിക്ക് അല്ലാഹ്ക്ക് കൊടുക്കാൻ അല്ലാഹ്ക്ക് കഴിവില്ല, അവന്റെ ഖജനാവിൽ കുറവാണോ? ഇല്ല. ദുനിയാവിൽ നമ്മൾ പട്ടിണി പാപങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. നബിയെ യത്തീമാക്കി അല്ലാഹു വാർത്തെടുത്തു, യത്തീമാക്കി വളർത്തിക്കൊണ്ടുവന്നത് എന്തിന്? യത്തീമായവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, യത്തീമാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഉപ്പയില്ല ഉമ്മയില്ലാത്തവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി, ആ കുട്ടിയുടെ നൊമ്പരം, ആ കുട്ടിയുടെ രോദനം, ആ കുട്ടിയുടെ കണ്ണുനീർ ഇത് ഒപ്പിയെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു നിലയിൽ വളർത്തി വാർത്തെടുത്തു കൊണ്ടുവന്നു. നബി തങ്ങൾ ആ ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടാണ് പോയത്. ويجيب دعوة الحر والعبد والأمة والمسكين ويقبل عذر المعتذر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആര് വിളിച്ചാലും പോകും, ആര് ക്ഷണിച്ചാലും പോകും. ഒരു സ്വതന്ത്രൻ വന്ന് വിളിക്കട്ടെ, ഒരു അടിമ വന്ന് വിളിക്കട്ടെ, ഒരു പാവപ്പെട്ട മിസ്കീൻ വന്ന് വിളിക്കട്ടെ, ആര് വിളിച്ചാലും നബി തങ്ങൾ അത് സ്വീകരിക്കും. അതേപോലെ വയത്തബിഉൽ ജനായിസ, ആരുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗമിച്ചു കൊണ്ടുപോകും ഖബറിടത്തിലേക്ക്. മദീനയുടെ ഏത് ഭാഗത്ത് ആരൊരാൾ രോഗിയായി കിടക്കുന്നുവോ അവിടെ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയെ ശുശ്രൂഷിക്കാൻ പോകും, ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും, ആ വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി പോകും. ഏതെങ്കിലും പാവപ്പെട്ടവർ അവരുടെ ആവശ്യങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ പറഞ്ഞാൽ നബി തങ്ങൾ അത് സ്വീകരിച്ച് ആ കാര്യങ്ങൾ എന്താണോ അവർക്ക് സാധിച്ചു കൊടുക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്. നബി തങ്ങളുടെ ജീവിതവും ദർശനവും പഠിക്കണം, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി ഇതായിരുന്നു. യുക്രിമു മൻ യദ്ഖുലു അലൈഹി, ആരാൽ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വരുന്നു അവരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. വയൂസിറു വിസാദതഹു അല്ലതി തഹതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന നബി ഉപയോഗിച്ചിരുന്ന തലയിണ ആ വന്ന വ്യക്തികൾക്ക് വേണ്ടി എടുത്തു വെച്ചു കൊടുക്കും. വറുബമാ ബസത്തലഹു സൗബഹു, ചിലപ്പോഴൊക്കെ നബി തങ്ങളുടെ പരിശുദ്ധമായ മേനിയിൽ പുതച്ചിരുന്ന ആ മുബാറക്കായ ആ വസ്ത്രം എടുത്ത് വിരിച്ചു കൊടുക്കും. നിങ്ങൾ ഇരിക്കും, നിങ്ങൾ അതിനകത്ത് ഇരിക്കും. ഇനി ഒരുപക്ഷെ ഞാൻ ഇരിക്കുന്നില്ല, ഇല്ല നബിയെ, ഇല്ല നബിയെ എന്ന് പറഞ്ഞ് പിറകോട്ട് പോയി, ഇല്ല, അവൻ അതിൽ നിന്ന് ഒഴിവായാൽ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അതിലിരുത്തും. ഇത് നബി തങ്ങളുടെ ശൈലിയായിരുന്നു. ആ ശൈലിയല്ലേ നമുക്കും വേണ്ടത്. ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സുഹൃത്തുക്കളെ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഏയ് സഹാബാക്കളെ, മാ ഖാലൽ അസദു ഫീ സഈരിഹി, ഈ സിംഹം ഗർജിക്കുമ്പോ എന്താണ് സിംഹത്തിന്റെ ഗർജനത്തിൽ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു റസൂലും അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല നബിയെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, സിംഹം ഗർജിക്കുമ്പോൾ ആ സിംഹം പറയുകയാണ്, അല്ലാഹുമ്മ ലാ തുസല്ലിത്നി അഹദും മിനൽ മഅറൂഫ്, ദുനിയാവിൽ വെച്ച് നന്മ ചെയ്യുന്ന ഒരാളെ പോലും എന്റെ മുന്നിലേക്ക് ഇട്ടു തരല്ലേ അല്ലാഹുവേ. ദുനിയാവിൽ സദഖകൾ ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പുന്ന ഇതേപോലുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയെ പോലും എന്റെ മുന്നിലേക്ക് നീട്ട് ആഹാരമാക്കി തരല്ലേ അല്ലാഹുവേ.
അല്ലാഹുവേ എന്നാണ് ഓരോ സിംഹവും ഗർജിക്കുന്ന ഗർജനത്തിൽ പറയുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണിത്. അള്ളാഹു സമ്പത്ത് വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം, പക്ഷേ ഇല്ല. സാധുക്കളെ അള്ളാഹു തആല സൃഷ്ടിച്ചത് സമ്പന്നന്മാരുടെ സമ്പത്ത് സാധുക്കൾക്ക് കൊടുത്തുകൊണ്ട് സമ്പന്നരും ഈ സാധുക്കളും സ്വർഗത്തിലെത്തിപ്പെടണം എന്നതിന് വേണ്ടിയിട്ടാണ്. നബിതങ്ങൾക്ക് അള്ളാഹു തആല വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്വർണവും ഇഷ്ടമുള്ള സമ്പത്തും കൊടുക്കാമായിരുന്നു. നബിതങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹായെ പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹുവിന്റെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ വള, ആയിഷ, ആലി മുഹമ്മദിന് ഇത് വേണ്ട, മുഹമ്മദിന്റെ കുടുംബത്തിന് ഇത് വേണ്ട, ഞാൻ മരിക്കുന്ന വഫാത്താകുന്ന സമയത്ത് ഒരു തരി സ്വർണം പോലും നമ്മുടെ വീട്ടിൽ വേണ്ട, കൊടുക്ക്, സാധുക്കൾക്ക് കൊടുക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങൾക്ക് കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല, നബിതങ്ങളെ അല്ലാഹു തആല പട്ടിണി കിടന്നാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊക്കെ ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാതൃകകൾ സ്വീകരിക്കുന്നത്. ഓരോ മഹല്ലുകളും ഇതേപോലെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് ഭാവി കാലങ്ങളിലെങ്കിലും ഇതേപോലെ ആത്മഹത്യകൾ ഉണ്ടാവില്ല, സ്ത്രീധന പീഡന കേസുകളും സ്ത്രീധന പീഡന മരണങ്ങളും ഉണ്ടാവുകയില്ല. ഓരോ പള്ളിയുടെ മിമ്പറുകളിലും മിനാരങ്ങളിലും പള്ളിയുടെ മുറ്റങ്ങളിലും കുട്ടികളെയും എത്രയോ വളർന്ന പെൺകുട്ടികളും ഔറത്തുകൾ പോലും മറക്കാതെ പത്രവുമായി പേപ്പറുമായി ഓരോ പള്ളിയുടെ ലെറ്റർ പേഡുമായി പള്ളികൾ തോറും അന്യപുരുഷന്മാരുടെ മുന്നിൽ യാചിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള വിഹിതം അവർക്ക് കൊടുത്ത് നിങ്ങൾ ആ ഒരു ഹക്ക് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് സുഹൃത്തുക്കളെ. ഒരു മാതൃകാ ജമാഅത്തായി ഈ വെളുത്തമണൽ മാറിയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇനിയുള്ളവർ 3 പേരെ അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായ നിലയിൽ നല്ല പന്തലും അലങ്കാരവും എല്ലാ നിലയ്ക്കും ഖൈറുകളൊക്കെ അൽഹംദുലില്ലാ നിങ്ങൾ ഈ ഒരു പരിപാടിയോട് സഹകരിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ കാണുന്നത്. ഒരു സമ്പന്നൻ അവരുടെ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുമ്പോൾ എത്രത്തോളമൊക്കെ പന്തലും നല്ല പൂമാലകളും ഒക്കെ ഇട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി കെട്ടിച്ചയക്കും, അതേപോലുള്ള സന്തോഷമായിരിക്കുന്നു ഇവിടുത്തെ ഈ കല്യാണം. ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു. എന്തുമാകട്ടെ, അൽഹംദുലില്ലാ സന്തോഷത്തിന്റെ ഒരു തിരമാല തന്നെയാണിത്. അല്ലാഹു തആല ആരെല്ലാം കൂട്ടുനിന്നോ, ആരെല്ലാം സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചോ, അവർക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين الحمد لله رب العالمين اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم انزله المقعد المقرب عندك يوم القيامة ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين കരുണയുള്ള തമ്പുരാനെ, രാജാതിരാജനായ അല്ലാഹുവേ, രാജസയ്യിദായ നാഥ, ഈ സാധുക്കളായ ഞങ്ങളുടെ തേട്ടത്തെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഈ ദുആയെ നീ ഖബൂൽ ചെയ്യണമേ അല്ലാഹ്. റഹ്മത്ത് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരണമേ അല്ലാഹ്. اللهم امطر السماء علينا مدرارا اللهم ارحمنا ولا ترحم علينا اللهم انصرنا ولا تنصر علينا اللهم اسقنا الغيث ولا تجعلنا من القانطين. ഈ സദഖയുടെ പേരിൽ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ തമ്പുരാനെ. സാധുക്കളുടെ കണ്ണുനീരൊപ്പിയ പടച്ചവരെ, ഞങ്ങളുടെ കഴിവനുസരിച്ച് പടച്ചവനെ നീ ഞങ്ങൾ നൽകിയ സമ്പത്തിന്റെ ഓരോഹരി സാധുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിൽ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ നാഥ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി താ തമ്പുരാനെ. പടച്ചവനെ, ഈ സദഖകൾ നൽകിയവരിൽ ഒരുപാട് പേരുടെ മാതാക്കൾ പിതാക്കൾ രോഗികളാണ് നാഥ. അല്ലാഹുവേ, നീ ഷാഫിയാണ് നാഥ, നീ വാഫിയാണ് നാഥ, നീ മുആഫിയാണ് അല്ലാഹ്. ഈ സദഖയുടെ പേരിൽ അവരുടെ രോഗങ്ങളെ ശിഫയാക്കണമേ നാഥ. പടച്ചവനെ, നീ അവരെ നിരാശരാക്കല്ലേ അല്ലാഹ്. അവരോട് കരുണ കാട്ടണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗ്യാസ് അപകടത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾ പടച്ചവനെ അവരുടെ മണിയറകളാക്കി ഉയർത്തേണമേ അല്ലാ. അതിന് ഈ സദഖകളെ സബബാക്കേണമേ നാഥ, സബബാക്കേണമേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് എത്രയോ പേര് ലോകത്തിന്റെ നാനാഭാഗത്ത് പടച്ചവനെ ജോലി ചെയ്ത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട് നാഥ. അവരുടെ മണ്ണറകളെയും പടച്ചവനെ നീ ഖൈറിലേക്ക് എത്തിക്കണമേ അല്ലാ. അതിനൂറ് കൊണ്ട് നിറയ്ക്കണമേ അല്ലാ, നാറുകൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ. പടച്ചവനെ 1 രൂപ മുതൽ 10,000 രൂപ വരെ സദഖകൾ ചെയ്ത സഹോദരങ്ങളാണ് ഈ സദസ്സിലുള്ളത്. അല്ലാഹുവേ, അവരുടെ ഉദ്ദേശങ്ങളെ നീ ഏറ്റെടുക്കണമേ തമ്പുരാനെ, നിറവേറ്റി കൊടുക്കണമേ അല്ലാഹുവേ. ഖായിബാക്കല്ലേ അല്ലാ, ഖാസിറാക്കല്ലേ അല്ലാ, നിരാശരാക്കല്ലേ അല്ലാ. ഇവിടെ നിന്ന് വിവാഹം കഴിക്കപ്പെട്ട ദമ്പതികൾ പടച്ചവനെ അവരുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ബർക്കത്തും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണമേ അല്ലാഹുവേ. വരുന്ന വർഷത്തിൽ അല്ലാ സാധുക്കളായ മക്കളുടെ കണ്ണുനീരൊപ്പുന്നതിനു വേണ്ടി സഹായങ്ങൾ നീട്ടിയ ഈ സാധുക്കളായ നാട്ടുകാരെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അവരുടെ കച്ചവടത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ സന്താനങ്ങളിൽ, അവരുടെ മാതാക്കളിൽ, പിതാക്കളിൽ, ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ ബർക്കത്ത് ചെയ്യണമേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരിൽ എല്ലാ വിലഹറുകളും നൽകണമേ അല്ലാ. പടച്ചവനെ, അവിടെ അപകടങ്ങൾ, ആപത്തുകളെ, ബലാ മുസീബത്തുകളെ തൊട്ട് നീ അവരെ സംരക്ഷിക്കണമേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. ഈ പരിപാടിയിൽ, ഇന്നത്തെ പരിപാടിയിൽ കഷ്ടപ്പെട്ട, പാടുപെട്ട, സഹകരിച്ച, സഹായിച്ച, ശാരീരികമായി സാമ്പത്തികമായ നിലയിൽ എല്ലാ നിലയ്ക്ക് സഹായിച്ച അല്ലാഹുവേ, ഈ നാട്ടുകാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഈ മഹല്ല് ഭാരവാഹികൾ, ഉസ്താദുമാർ, ആലിമീങ്ങൾ, സാധാരണക്കാർ, ഇതര മതാനുയായികൾ, അവരെ എല്ലാം നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ, അനുഗ്രഹിക്കണമേ തമ്പുരാനെ, അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണമേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.